السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാനുള്ള ഒരു കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞല്ലേ. അൽഹംദുലില്ലാ. യഥാർത്ഥത്തിൽ നമുക്ക് ആ ഒരു സ്ഥാനം ലഭിക്കണമെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു ഇഷ്ടം അത് ആത്മാർത്ഥമാകണം. വെറുതെ വാഗോണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുളൂഇൻ്റെ വെള്ളവും മറ്റും കൊണ്ടു കൊടുക്കുന്ന റബീഅ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താങ്കൾക്ക് എന്താണ് ആവശ്യം അത് ആവശ്യപ്പെട്ടുകൊള്ളുക, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് താങ്കളോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടായാൽ മതി. സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഉണ്ടാവണം. അവർക്കെപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുകൊണ്ടിരിക്കണം. അവർക്ക് അത്രമാത്രം പ്രിയമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞത്, താങ്കൾ സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കുക. അപ്പോൾ താങ്കൾക്ക് എൻ്റെ കൂടെ സ്വർഗത്തിൽ കഴിയാം. സുജൂദുകൾ അധികരിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്കാരം അധികരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. എത്ര സുന്നത്ത് നമസ്കാരങ്ങളാണ് പലരും നമ്മൾ ഓരോരുത്തരും പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സുന്നത്ത് നിസ്കാരം നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ എത്ര സുജൂദുകളാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഓരോ റക്അത്തിലും 2 സുജൂദുകൾ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്ന ഒരാളും അറിഞ്ഞുകൊണ്ടൊരു സുന്നത്ത് നിസ്കാരം, ഒരു സുജൂദ് ഒരിക്കലും നഷ്ടപ്പെടുത്തൂല. നമ്മൾ ചിന്തിക്കുക, എത്ര അവസരങ്ങളാണ് നമ്മുടേത് പാഴായിപ്പോയത്. ഇനി എത്ര കാലം നമുക്ക് ഈ ദുനിയാവിൽ ആയുസ് ഉണ്ടാകും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ സുജൂദുകൾ അധികരിപ്പിച്ച്, നമസ്കാരങ്ങൾ അധികരിപ്പിച്ച് അള്ളാഹുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൂടെയുള്ള സഹവാസം സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാൻ സഹായകരമാകുന്ന ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള ഏറ്റവും വലിയ ആ ഒരു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.